നമസ്കാരം. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. 13ാം സമ്മേളനത്തിൻ്റെ 4ാം ദിവസമായ ഇന്ന് സഭയിൽ ശക്തമായ ഭരണ പ്രതിപക്ഷ സംവാദങ്ങളാണ് നടന്നത്. സഭയിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് ബന്ധപ്പെട്ട മന്ത്രി മറുപടി നൽകി. സംസ്ഥാനത്തെ നെല്ല് സംഭരണത്തിലെ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ പ്രത്യേക സഹായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീ മുരളി പെരുന്നെല്ലി അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് മറുപടി പറഞ്ഞു. നെല്ലിന്റെ സംഭരണ വില കാലോചിതമായി വർദ്ധിപ്പിക്കും. സംഭരണ വില കാലതാമസമില്ലാതെ കർഷകർക്ക് ലഭ്യമാക്കും. 2021-24 സർക്കാർ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്ന ഇക്കാര്യം നടപ്പാക്കണമെന്ന കർഷകരുടെ വികാരമാണ് സർ ഈ ശ്രദ്ധ ക്ഷണിക്കൽ വഴി സഭയുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. കേന്ദ്ര സർക്കാർ നെല്ലിന് നൽകുന്ന താങ്ങുവില ക്വിൻ്റലിന് 2300 രൂപയാണ്. സംസ്ഥാനത്ത് നെല്ലിൻ്റെ ഉയർന്ന ഉൽപ്പാദന ചെലവും ഉൽപ്പാദനോപാധികളുടെ കൂടിയ വിലയും കണക്കാക്കുമ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്ന ഈ താങ്ങുവില സംസ്ഥാനത്തെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണ്. നെല്ല് സംഭരണ പ്രക്രിയയെക്കുറിച്ചും ആയിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പഠിച്ച് പരിഹാരമാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായി ഡോക്ടർ വി കെ ബേബി IAS റിട്ടയർഡ് ചെയർമാനായി ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ചിരുന്നു. ഈ വിദഗ്ധ സമിതിയുടെ പഠന റിപ്പോർട്ടിലെ ശുപാർശകൾ സർക്കാർ രൂപീകരിച്ചിരിക്കുന്ന മന്ത്രിസഭാ ഉപസമിതിയുടെ പരിഗണനയിലാണ്. റിപ്പോർട്ടിന്മേൽ സംഭരണത്തിൽ ഭാഗവാക്കാവുന്ന എല്ലാവരുമായും സമയബന്ധിതമായി ചർച്ച നടത്തി തീരുമാനം കൈക്കൊള്ളുന്നതാണ്. 13 സബ്മിഷനുകൾ ഇന്ന് സഭയിൽ അവതരിപ്പിച്ചു. എൻ്റെ നിയോജക മണ്ഡലത്തിൽ 4 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ടൊരു കേസ് പുത്തമ്പലിക്കര പോലീസ് എടുത്തിട്ടുണ്ട്. ആരും പ്രതിയെ സംരക്ഷിക്കാൻ തയ്യാറാകില്ല. സംരക്ഷിച്ചാലും പോലീസ് അയാളെ കണ്ടെത്തുകയും ചെയ്യും. അതാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അനിശ്ചിതകാല കടയടപ്പ് സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ഒഴിവാക്കുന്നതിന് സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്നതാണ് സാർ ഈ സബ്മിഷൻ. 4 ഡിമാൻഡുകളാണ് പ്രധാനമായിട്ടും ഉന്നയിച്ചത്. അതിൽ 2 ഡിമാൻഡുകൾ നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ എന്ന നിലയിൽ തന്നെ അത് സ്വാഗതം ചെയ്യുന്ന വിഷയങ്ങളാണ്. കാരണം ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം പണം നൽകുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതി നടപ്പാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക എന്നതാണ് ഒരു ഡിമാൻഡ്. റേഷൻ വ്യാപാരികൾ ഉന്നയിച്ചിട്ടുള്ള മറ്റൊരു ഡിമാൻഡ് കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഈ 2 ഡിമാൻഡുകളും സർക്കാർ സ്വാഗതം ചെയ്യുകയാണ്. ഈ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ബഹുമാനപ്പെട്ട ധനമന്ത്രിയുടെ സമയം കൂടി കണ്ടെത്തി വീണ്ടും ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണ്. കോന്നിയിലെ മലയോര മേഖലയിൽ നിന്ന് ധാരാളം KSRTC സർവീസുകൾ ഉണ്ടായിരുന്നു. അതിൽ ചിലത് ഇപ്പോൾ നിർത്തലാക്കിയിട്ടുണ്ട്. കോന്നിയിൽ നിന്ന് മലയോര പ്രദേശങ്ങളിലേക്ക് പോകുന്ന പല വാഹനങ്ങളും നഷ്ടത്തിലാണ് പോകുന്നത്. എങ്കിൽ പോലും ഒരു മലയോര മേഖലയായതുകൊണ്ടാണ് നമ്മൾ നിലനിർത്തുന്നത്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ നൽകാത്തതായും 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാത്തതായും പറയപ്പെടുന്ന സാഹചര്യത്തെ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. പ്രതിപക്ഷത്തു നിന്നും ശ്രീ PC വിഷ്ണുനാഥും മറ്റ് 5 പേരുമാണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. കഴിഞ്ഞ 5 വർഷമായി സർക്കാർ ലീവ് സറണ്ടർ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് ശ്രീ PC വിഷ്ണുനാഥ് പ്രസംഗത്തിൽ ആരോപിച്ചു. സാർ, ലീവ് സറണ്ടർ 5 വർഷമായി തടഞ്ഞു വെച്ചിരിക്കുകയാണ് സാർ. അത് ശരാശരി ഒരു ജീവനക്കാരന് 4,55,000 രൂപ വരെ ലഭിക്കേണ്ടതായിരുന്നു. 1/7/2024 ശമ്പള പരിഷ്കരണത്തിന്റെ പുതുക്കിയ ആനുകൂല്യം കിട്ടേണ്ടതാണ്. 6 മാസം കഴിഞ്ഞു കിട്ടേണ്ടത്. എന്നാൽ സർക്കാർ സംസ്ഥാനത്തെ ജീവനക്കാർക്കും തൊഴിലാളികൾക്കും ജനങ്ങൾക്കും ഒപ്പമാണെന്നും കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ നൽകുമെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ഉപക്ഷേപത്തിന് മറുപടിയായി പറഞ്ഞു. ഇവിടെ പ്രതിപക്ഷമായിരിക്കും വാഗ്ദാനങ്ങൾ കൊടുക്കുകയും ഭരണപക്ഷത്തേക്ക് വന്നാൽ ജനങ്ങളുടെ ആകെ താല്പര്യങ്ങൾ, ജീവനക്കാരുടെ താല്പര്യങ്ങൾ ഹനിക്കുകയും ചെയ്ത UDF-നെ ആട്ടിൻതോലിട്ട ചെന്നായാണെന്നൊക്കെ തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്കറിയാം, സർക്കാർ ജീവനക്കാർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സാർ, അതുകൊണ്ട് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് അടിസ്ഥാനമില്ല. സർക്കാർ ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും ജനങ്ങൾക്കൊപ്പം ഉണ്ട്. ആ കാര്യങ്ങളെല്ലാം കൃത്യമായി നടപ്പിലാക്കി തന്നെ മുന്നോട്ട് പോകും. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ സഭാ നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. ഇങ്ങനെ ഇവരെല്ലാം വാഴ്ത്തുപാട്ടുമായിട്ട് വരിക, അവര് തന്നെ വിലാപകാവ്യം രചിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ജീവനക്കാരോടും പെൻഷൻകാരോടും അവരുടെ കുടുംബങ്ങളോടുമുള്ള പൂർണ്ണമായ അവഗണനയിൽ അതിശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വാക്കൗട്ട് ചെയ്യുന്നു. ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ചർച്ച സഭയിൽ ഇന്നും തുടർന്നു. ആകെ 20 അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു.
നടപടികൾ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് 2:20 സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.